Welcome to Leave for Traveling. വെൽക്കം ബാക്ക് ടു ലീവ് ഫോർ ട്രാവലിംഗ്. അപ്പോൾ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. കുറേ നാളായിട്ട് ഞാൻ ബക്കറ്റ് ലിസ്റ്റിൽ മാറ്റി വെച്ചിരുന്ന ഒരു പ്ലേസാണ്, ഇങ്ങനെ ഓരോരോ കാരണങ്ങളായിട്ട്. അപ്പോൾ ഇന്ന് ഞാനങ്ങനെ പ്ലാൻ ചെയ്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഒരു ചിന്ന ഹണിമൂണൊന്നും പറയാനില്ല, കുറേ വർഷമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്. നമുക്കങ്ങനെ ഹണിമൂണൊന്നും, പിന്നെ എപ്പോഴും ഒരു ഹണിമൂൺ. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പാണ്. അപ്പം ഞാൻ വളരെ ബീച്ച് ലവറാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ബാലി ഇന്തോനേഷ്യ ചൂസ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഒരു 8 ഡേയ്സ് 9 ഡേയ്സ് പാക്കേജ് പോലെയാണ്. പക്ഷേ ഞങ്ങൾ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് ബുക്ക് ചെയ്തത്. പിന്നെ അവിടെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ്, ഞങ്ങൾ ട്രാവൽസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. എന്നാലും ഞങ്ങളുടേതായ എറ്റിനറി, അതാണ് ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം. പ്ലാൻ ചെയ്തും ചോദിച്ചും പോകുന്ന ഒരു സുഖം വേറെയാണ്. ചിലയിടത്തൊക്കെ ഒന്നും അറിയാതെ ബ്ലാങ്ക് ആവുക, പിന്നെ എല്ലാം ചോദിച്ചു പോവുക, അതൊക്കെ ഒരു രസമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇൻ്റർനാഷണൽ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നേപ്പാൾ കഴിഞ്ഞ് 2025 അടുത്ത ട്രിപ്പായിരുന്നു അങ്ങനെ ബാലി ഇന്തോനേഷ്യ. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല എടുത്തത്, ബാംഗ്ലൂർ ടു സിംഗപ്പൂർ, പിന്നെ സിംഗപ്പൂർ ടു ബാലി. ഫുൾ ഡേ ഇന്ന് ട്രാവൽ തന്നെയാണ്. പക്ഷേ സിംഗപ്പൂർ ഒരു 2 hours ലേ ഓവർ ഉണ്ട്, ചങ്കി എയർപോർട്ട്, ദ ബ്യൂട്ടിഫുൾ എയർപോർട്ടിൽ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബാലി ഫ്ലൈറ്റ് കണക്ഷൻ. ഓൾമോസ്റ്റ് ബാലി ടൈം 12 o'clock ഒക്കെ ആകുമ്പോഴേ ഞങ്ങൾ നൈറ്റ് എത്തത്തുള്ളൂ. ഏകദേശം ഇന്ന് ഫുൾ ട്രാവൽ തന്നെയാണ്. വി ആർ സ്റ്റാർട്ടിങ് അവർ ബാലി ട്രിപ്പ്. അങ്ങനെ മിഡ് നൈറ്റ് ആയപ്പോൾ നമ്മൾ ധൻബസാർ ബാലി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ് ഇവിടെ ഇമിഗ്രേഷൻ ക്ലിയറൻസ്, അത് നല്ലൊരു ചടങ്ങാണ്, നല്ല ഡിലേ ആവും. അത് കഴിഞ്ഞിട്ട് രാവിലെ ആയപ്പോഴത്തേക്കും ഞങ്ങളിതാ കറൻസി എക്സ്ചേഞ്ചാണ് ഫസ്റ്റ് പരിപാടി എന്നുള്ളത്. അങ്ങനെ കുറേ ഇന്തോനേഷ്യ കറൻസിയൊക്കെ ഞങ്ങൾ ഒപ്പിച്ചു രാവിലെ തന്നെ. അത് കഴിഞ്ഞിട്ട് അടുത്തുള്ളൊരു മെയിൻ എൻ്റെ ഒരു ഡ്രീം എന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ കുറേ നാളായിട്ട് കണ്ട ഒരു ഡ്രീമാണ്. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് പരിപാടി എന്തായാലും ബാലി സ്വിങ് ആവണം എന്ന് വിചാരിച്ചു, കാരണം എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ വളരെ സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുകയാണ് ആദ്യം. ഞാൻ എന്തായാലും 2 കോസ്റ്റ്യൂം എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിനുള്ള ഹെയർ ആക്സസറീസ് ഒക്കെ സെലക്ട് ചെയ്ത് നേരെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവർ ഹെൽപ്പ് ചെയ്തു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് നേരെ ഇവിടെ ഏതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, ഇവിടെ കുറേ സ്വിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്കതിൽ സെലക്ട് ചെയ്തിട്ട് ഇത്ര പാക്കേജ് പോലെയാണ്. ഇന്നെന്തോ ഭാഗ്യത്തിന് വലിയ ക്രൗഡൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു സ്വിങ് ട്രൈ ചെയ്യാൻ പോവാണ്. നോക്കട്ടെ, ധൈര്യമൊക്കെ പിടിച്ചങ്ങടെ നടക്കുകയാണ്. എൻ്റെ നിലവിളി കേൾക്കുമോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്കിതിൽ കണ്ടറിയാം. അങ്ങനെ ബാലിയിലെ സെക്കൻഡ് ഡേ ആണ്. ഉബുദർ മങ്കി ഫോറസ്റ്റ് വിസിറ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിങ്. അപ്പോൾ യെസ്റ്റർഡേ ബാലി സ്വിങ് ഒക്കെ എൻജോയ് ചെയ്തു, നല്ലൊരു അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ ഇന്ന് രാവിലെ മങ്കി ഫോറസ്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ 2-3 പ്ലേസും കൂടി ഇന്ന് വിസിറ്റ് ചെയ്യും. അപ്പം നമുക്ക് വീഡിയോസിലെല്ലാം കാണാം. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ മങ്കി ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്തു. ഇവിടെ നല്ല ഗ്രീനറിയാണ്, ശരിക്കും ഒരു ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്തതുപോലെയുണ്ട്. പിന്നെ ഞാൻ കുറേ പേരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവിടെ മങ്കീസൊക്കെ ഭയങ്കര അഗ്രസീവ് ആണെന്നൊക്കെ.
എനിക്കറിയില്ല, നമുക്ക് നോക്കാം. പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ കുറേ മങ്കീസിനെ കണ്ടു കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഒരു അഗ്രസീവായിട്ട് തോന്നിയില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ വന്നപ്പോൾ ആൾക്കാരുടെ അടുത്തൊക്കെ ഇങ്ങനെ കയറി ഇരുന്നിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മങ്കീസാണ്. വളരെ എൻജോയ് ചെയ്താണ് അവർ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നതും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അഗ്രസീവ് മങ്കീസാണെന്നൊന്നും തോന്നിയില്ല കേട്ടോ. എല്ലാം വളരെ ഫ്രണ്ട്ലി തന്നെയാണ്. വെറുതെ ആൾക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കണം കേട്ടോ, അങ്ങനെയൊന്നുമില്ല. അഗ്രസീവായിട്ടൊന്നും അല്ല. പിന്നെ നമ്മൾ എല്ലാം സൂക്ഷിക്കണം എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഇവിടെ കുറച്ച് നമുക്ക് ഇൻസ്ട്രക്ഷൻ ബോർഡൊക്കെ ഉണ്ട്. അതെ, ഇവിടെ കണ്ടോ എന്താ ഗെയിം എന്ന് കണ്ടോ, ഭയങ്കര കളിയാണ്. ശരിക്കും നമ്മുടെ വീട്ടിൽ പെറ്റ്സിനെ പോലെയൊക്കെയാണ് എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയത്. വളരെ നല്ല ഗെയിമൊക്കെ ആയിട്ട് അവരിങ്ങനെ കളിച്ച് എൻജോയ് ചെയ്യണം. എന്താ ഫ്രീഡത്തിലാണെന്ന് നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. നല്ല രസമാട്ടോ ഇവരുടെ കളിയൊക്കെ കാണാനായിട്ട്. പക്ഷെ ഇത്രയും അടുത്ത് എനിക്ക് കാണാൻ പറ്റുന്നൊരു ഭയങ്കര ഇതാണ് കേട്ടോ. സാധാരണ അങ്ങനെ ഞാൻ അടുത്ത് പോകാറില്ല പേടിച്ചിട്ട്. പക്ഷേ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഓരോന്നും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവരിങ്ങനെ ഓപ്പൺ സ്പേസിലാണല്ലോ, അപ്പോൾ അവർക്ക് നല്ല ഫ്രീ ആയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്ത് കയറി കഴിഞ്ഞ ഒരിതാണ്. പിന്നെ ഇവിടുത്തെ ഗൈഡൻസൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് നോക്കുക. ബാഗൊന്നും അങ്ങനെ കൊണ്ടുനടക്കരുത്, പെട്ടെന്ന് ഇവർ തട്ടിപ്പറിക്കും. പിന്നെ ക്യാപ്പ്, പിന്നെ മൊബൈൽ സൂക്ഷിക്കുക. അപ്പോൾ ഞാനൊരു പൗച്ചിലൊക്കെ ഇട്ടാണ് നടക്കുന്നത്. വ്ളോഗിൻ്റെ മാത്രം കയ്യിൽ വെച്ചിട്ടുള്ളൂ. അതും പേടിച്ചാണ് ഞാൻ നടക്കുന്നത്. പിന്നെ ഇവിടെ നോക്കിയപ്പം എല്ലാ മങ്കീസും കണ്ടില്ലേ, എല്ലാവരുടെയും മടിയിലൊക്കെ കയറിയിരുന്ന് വളരെ എൻജോയ് ചെയ്താണ്. പിന്നെ ഇവിടെ നല്ലൊരു സീനറിയാണ്. കുറേ ഫിഷൊക്കെ ഇട്ട് ഇവർക്കായിട്ട് കുറേ ഗാർഡൻ ഏരിയാസ്, ഓപ്പൺ സ്പേസ്, ഫുൾ മങ്കീസ് ഇവിടെ എൻജോയ് ചെയ്ത് നടക്കുവാണ്. ഇത് നോക്കി എന്ത് ക്യൂട്ടല്ലേ, ഒരു മദർ മങ്കിയും ബേബിയും കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്ത് ഇതായിട്ട് അത് ഹോൾഡ് ചെയ്തേക്കുന്നത് നോക്കിയാൽ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ആ മദർ ബേബി ലവ് നമുക്കിത് മനസ്സിലാക്കാം. അങ്ങനെ മങ്കി ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഓൾക്കാനോ വ്യൂ കാണാനായിട്ട് വന്നതാണ്. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസാണ്. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത വോൾക്കാനോ വ്യൂ കാണണമെങ്കിൽ നമ്മളൊരു ട്രക്കിങ്ങിനൊക്കെ പോകണം. ഞങ്ങൾ അതിനൊന്നും പോകാൻ നിന്നില്ല, ടൈം ലിമിറ്റ് കൊണ്ടിട്ട്. ഞങ്ങളിവിടെ നിന്നൊരു വോൾക്കാനോ നല്ലൊരു സൂപ്പർ വ്യൂ ഒക്കെ കണ്ട് കുറേ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നേരെ അടുത്തൊരു ഹൈപ്പർ മാർക്കറ്റിൽ കയറി നല്ല വിശപ്പടിച്ചു തുടങ്ങി. ലഞ്ചായിട്ടൊന്നും അല്ലെങ്കിലും എന്തെങ്കിലും തട്ടാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നേരെ ലഞ്ച് കഴിഞ്ഞിട്ട് ഒരു കോഫി പ്ലാന്റേഷനിലാണ് വന്നത്. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവറാണിത് സജസ്റ്റ് ചെയ്തത്. വരുന്ന വഴിക്ക് നല്ല സൂപ്പർ കോഫി ഇവിടെ കിട്ടും. പിന്നെ ഇതൊരു ഏഷ്യൻ പാം സിവെറ്റാണ് അനിമൽ. അതായത് ഒരു ക്യാറ്റിൻ്റെ പോലെ ഒരു ഇതാണ്. കോപ്പി ലുവാക്ക് എന്നാണ് ഇതിന് പറയുന്നത് അവർ. ആ അനിമലിൻ്റെ പൂപ്പെന്നാണ് ഇത് ഈ കോഫീസ് എല്ലാം ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവാണ് ആ കോഫിക്ക്. എൻ്റെ കെട്ടിയവൻ അവരോടെല്ലാം ചോദിച്ച് കോഫി പ്രോസസ്സ് ഫുള്ള് പഠിച്ചിട്ടുണ്ട്. പുള്ളി പഠിച്ചോ അവരെ പഠിപ്പിച്ചോ എന്ന് എനിക്കറിയത്തില്ല. അതിലാണ് ഇവിടുത്തെ കോഫി പൗഡേഴ്സിൻ്റെ സാമ്പിൾസ് ഉണ്ട്. പിന്നെ ഇവർ നമുക്ക് കോഫി സാമ്പിളായിട്ടും തരും. ഓരോരോ കോഫി അവർ ആ എഴുതിയിരിക്കുന്നിടത്ത് വയ്ക്കും. ഇത് ഓരോരോ കോഫീസാണ്. നമുക്കതിൽ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ പൗഡറും മേടിക്കാം. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് അവർ തരുന്നതാണ്. പുള്ളി എല്ലാം ചോദിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുമെന്ന് ദൈവത്തിനറിയാം. എല്ലാം ചോദിച്ചിട്ടുണ്ട്. എല്ലാ കോഫീസും അവർ കുടിച്ചിട്ടുണ്ട്. ഇത് ഇത്രയും കുടിക്കുമ്പോൾ തന്നെ നടന്ന് വയറ് ഇറങ്ങി തോന്നും. ഇതിലിനി നമ്മൾ ടേസ്റ്റ് ചെയ്തില്ല, എല്ലാം കൂടെ കുടിച്ചാൽ എന്ത് ടേസ്റ്റ് മനസ്സിലാവാനാണ്. അപ്പം നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് ഒരു 2 എണ്ണമായിരുന്നു. അപ്പോൾ അത് മേടിക്കാമെന്ന് പറഞ്ഞ് കയറി. അടുത്തതായി നമ്മൾ കോഫിയൊക്കെ കുടിച്ചിട്ട് നേരെ തീർത്ഥ ടെമ്പിളിലാണ് വന്നത്. ഇതൊരു ഹോളി സ്പിരിറ്റ് ആണ്. ഞാൻ ഒരുപാട് വീഡിയോസിലും സോങ്സിലും ഒക്കെ ഈ സ്ഥലം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ഹോളി ബാത്ത് എടുക്കണം തീർത്ഥ ടെമ്പിളിൽ. പിന്നെ അത് ഇവിടെ വന്നിട്ട് ഇവരിവിടെ കോസ്റ്റ്യൂമൊക്കെ ഇവിടെ തന്നെ കോസ്റ്റ്യൂം ഇടേണ്ടി വരും. അപ്പോൾ ആദ്യം ഇതിനകത്ത് കയറി നമ്മൾ ടിക്കറ്റ് എടുത്തു. പിന്നെ ഇവിടുത്തെ ഒരു കൾച്ചറാണ്, നമ്മൾ ഒരു എന്താ പറയുക, ഒരു ടവൽ പോലെ അല്ലെങ്കിൽ ഒരു ഷോൾ പോലെ ഒരു സാധനം തരും. അത് നമ്മൾ ഉടുത്തിട്ടാണ് ഇതിനകത്ത് അവർ എൻട്രി അലോ ചെയ്യുള്ളൂ. കണ്ടില്ലേ, ഇതാ ഞാൻ ഒരു വിധമൊക്കെ ഒപ്പിച്ച് കൊടുത്തു.
എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് കണ്ടില്ലേ ഒരു ഗ്രീൻ കളർ ആൻഡ് റെഡ് അതിട്ടിട്ടാണ് നമ്മളിവിടെ കുളിക്കാനായിട്ട് ഇറങ്ങുന്നത്. ഇത്രയും ഫോൾസ് പോലെയുള്ള നമ്മൾ ഓരോരുത്തടുത്തായിട്ട് ചെയ്യുന്നത്. അങ്ങനെ നൈറ്റ് തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വില്ല അക്കോമഡേഷനിലെത്തി റെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ രാവിലെ നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് കുറച്ച് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഒരുപാടുണ്ട്. ഇന്നിപ്പോൾ നൈറ്റ് ലേറ്റായി. അപ്പോൾ രാവിലെ നമ്മൾ ഇതിൻ്റെ പ്രോപ്പർട്ടി എക്സ്പ്ലോർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്, ഞങ്ങൾ സ്റ്റേ ചെയ്ത വില്ലയുടെ. അങ്ങനെ ഗുഡ് മോർണിംഗ്. രാവിലെ ആയി. ഞങ്ങളിങ്ങനെ തേരാപാര ഇവിടെ കൂടെ തന്നെ നടക്കുകയാണ്. ഇവിടെ തന്നെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് തരണം. ഇതിങ്ങനെ ഓരോ വില്ലാസായിട്ടാണ്, ഓരോ വില്ലാസിന് ഇവർ ഓരോ പേരുണ്ട് ഇട്ടിട്ടുണ്ട്. പാർവതി, ഞങ്ങൾ താമസിച്ച പാർവതിയിലാണ് കേട്ടോ, ദ്രൗപദി, അങ്ങനെ ഓരോരോ ട്രഡീഷണൽ നെയിംസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ നല്ല ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് രാവിലെ നല്ല കേട് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നടക്കാനായിട്ട്. അപ്പം ഇതിൻ്റെ ഇവരുടെ റെസ്റ്റോറൻറ്റ് വരുന്നത് ബാക്ക് സൈഡായിട്ടാണ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ് നേരെ ബാക്ക് സൈഡായിട്ട് വലിയൊരു സീ ആണ്, കടലാണ്. അപ്പം അവിടുത്തെ ആ ബ്യൂട്ടിയൊക്കെ കണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ അടിക്കാം. കുറച്ച് അങ്ങോട്ട് പോയാൽ സീ ആയി. അപ്പോൾ ഒരു വലിയൊരു വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. ഒരു ആംബിയൻസ് ഭയങ്കരമാണ്. കണ്ട ഇവിടെ കുറച്ച് പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ, ഒരു നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. എൻ്റെ കെട്ടിയവൻ അവിടെ ചെന്ന് എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് ആദ്യം പരുതുവാണ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇതൊരു കണ്ടോ, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം ഇവിടെ ഇരുന്ന് കിടുവായിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെയുള്ള പൂളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഓരോ വില്ലാസ് ഉണ്ട്, കോട്ടേജസ് ഉണ്ട്. അപ്പം ഞങ്ങൾ എടുത്തത് ഒരു പൂൾ വില്ലയാണ്. അപ്പം ഞാൻ എൻ്റെ കെട്ടിയവനോട് പറഞ്ഞതാണ് അവിടം വരെ പോകണ്ട, എന്നാലും അതിൻ്റെ എൻഡ് വരെ പോയി എന്താ നോക്കിയില്ലെങ്കിൽ പുള്ളിക്ക് സമാധാനമാവില്ല. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന പ്രൈവറ്റ് വില്ല. അപ്പോൾ ഇതിൻ്റെ പേരാണ് പാർവതിയിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഇതതിൻ്റെ ഡോറാണ്. ഇത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലേക്ക് മാത്രം എൻട്രി ചെയ്യാനുള്ള ഇതാണ്. വളരെ പ്രൈവസിയാണ്. ആക്ച്വലി ഒരു കപ്പിൾസിനൊക്കെ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയാം. വേണമെങ്കിൽ ഒരു ഹണിമൂൺ കപ്പിൾസിനൊക്കെ ലൈക്ക് പറ്റിയ ഒരു സ്റ്റേക്കേഷനാണത് ബാലിയിൽ. അപ്പോൾ അതാണ് നല്ലൊരു പ്ലസൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ചൂസ് ചെയ്തത്. മെയിനായിട്ടുള്ള ഈ ഒരു വില്ല ഞങ്ങൾ ചൂസ് ചെയ്യാൻ കാരണം ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വില്ലയിലെ
പൂളാണ്. ആക്ച്വലി നമ്മുടെ ബെഡ്റൂം തന്നെ ഓപ്പൺ ചെയ്ത് ഈ പൂളിലേക്ക് വരാം. അപ്പം എപ്പോഴാണെങ്കിലും നമുക്കൊരു പ്രൈവസി ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് പൂളിൽ ഇറങ്ങാം. ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ഒരു സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് എന്താ പറയുക, ഒരു ഓപ്പൺ കിച്ചൺ പോലെയാണ്. നമുക്ക് എല്ലാ ഫ്രിഡ്ജും സൗകര്യം എല്ലാം തന്നെയുണ്ട്. ശരിക്കും എനിക്ക് ബാലിയിലെ ഈ ഒരു സ്റ്റേക്കേഷൻ എൻ്റെ ഒരു ബെസ്റ്റ് ഓഫ് ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വില്ല എടുത്തില്ലെങ്കിൽ വളരെ നഷ്ടമായി പോയേനെ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ ഒരു അകത്തേക്കുള്ള എൻട്രൻസ് കാണിക്കാം. ഇതൊരു ഹാളാണ്. ഇവിടെ നിന്ന് നമുക്ക് ബെഡ്റൂം ഉണ്ട്, പിന്നെ അവിടെ ഒരു ബാൽക്കണി പോലൊരു സംഭവമുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കിടിലം സ്റ്റേ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ വില്ലയിലെ സ്റ്റേ. ഉബുദിൽ ഞങ്ങളൊരു 3 days ആയിരുന്നു പ്ലാന്. അപ്പോൾ തേർഡ് ഡേ നമ്മൾ മോർണിംഗ് ചെക്കൗട്ട് ചെയ്യാണ് വില്ല പ്രോപ്പർട്ടിയിൽ നിന്ന്. ഇവിടെ നിന്ന് നേരെ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ലഗേജൊക്കെ ആയിട്ടാണ് ഇന്ന് ലാസ്റ്റ് ഡേ, ഉബുദിലെ ലാസ്റ്റ് ഡേ. അങ്ങനെ കോരി മഹാറാണി വില്ല ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇന്ന് ഞങ്ങളുടെ ഡേ എക്സ്പ്ലോറിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ എവിടെയൊക്കെ ഉബുദിൽ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് ഓൺ ദി വേ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ കുട്ടയിൽ പോയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞങ്ങൾ എത്തിയത് ഞങ്ങളുടെ ഡ്രീം ഫോട്ടോഷൂട്ട് ഏരിയയിലാണ്. ഇവിടെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇവർ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങളൊരു വാനിലാണ് മേളിലോട്ട് പോകുന്നത്. ഇത് നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, ബാലിയിൽ ഫേമസ് ഫോട്ടോഷൂട്ടാണ്, അതെ, ഗേറ്റ് ഓഫ് ഹെവൻ. അപ്പോൾ അവിടെ എത്തി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല റിയാലിറ്റി. ഇവിടെ നമ്മൾ കൂപ്പണാണ്, ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ടോക്കൺ നമ്പർ വരുമ്പോഴാണ് നമ്മൾക്ക് അവിടെ ചെല്ലാൻ പറ്റുക. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു 6-7 പോസൊക്കെ എടുത്ത് ടക്ക് 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 എന്നവർ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെയാണ് എടുക്കുന്നത്, നമ്മുടെ മൊബൈൽ അവിടെ കൊടുക്കുക. അപ്പം ഞങ്ങളുടെ ടേണിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. പോസൊക്കെ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ക്ഷീണിച്ച് ഞങ്ങൾക്ക് ലഞ്ച് ടൈം ആയപ്പോൾ നല്ല വിശപ്പടിച്ചു തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരു ഔട്ട്ലെറ്റിൽ വന്നാണ് ഗോഗോ ചിക്കൻ. കണ്ടോ ഗൈസ്, നമ്മുടെ നാട്ടിലെ ചിക്കൻ പോലെയൊക്കെ. അങ്ങനെ അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണ് തീർത്ഥഗംഗയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഒരുപാട് ഫിഷസാണ്, കോയി ഫിഷസിൻ്റെ കളക്ഷനാണ്. നമ്മൾക്കിത് ഫീഡ് ചെയ്യാനുള്ള സാധനം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. എന്നിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ചെന്ന് നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാം, ഇൻസ്റ്റാ റീൽസൊക്കെ എടുക്കാം. ഞാൻ കുറേ ഫോട്ടോസും റീലും ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഞാനിത് മൂവീസിലൊക്കെ, നമ്മുടെ നയൻതാര മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട്, സോങ്സിലൊക്കെ. അപ്പോഴേ ഞാൻ ഉദ്ദേശിച്ച് പ്ലാൻ ചെയ്ത് ഫിക്സ് ചെയ്ത ഒരു പ്ലേസാണിത്. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എൻ്റെ സെലക്ഷൻ ആട്ടോ അപ്പോൾ അങ്ങനെ പുള്ളി അവിടെ ചെന്ന് എല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. കുറേ ഫോട്ടോസ് എടുക്കുന്നത് ഭയങ്കര ഭംഗിയാണ് ഇവിടെ. അങ്ങനെ ഒരുപാട് സ്ഥലമൊന്നും അല്ല, പക്ഷെ നമുക്ക് ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു പ്ലേസാണ്. കാരണം ഈ ഫിഷസിൻ്റെ ഇടയിൽ നിന്നിട്ട്
ഡേ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ കുട്ടയിലെത്തിയപ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ എല്ലാം ചെയ്ത് ഫ്രഷപ്പായിട്ട് ഇവിടെ ഒരു ഫാറ്റ് ടോണി എന്ന് പറഞ്ഞൊരു ബർഗർ പ്ലേസാണിത്. എല്ലാവരും നല്ലൊരു റിവ്യൂ ഇവിടെ ലോക്കലി പറഞ്ഞപ്പോൾ ഞങ്ങൾ ബർഗർ ട്രൈ ചെയ്യാനായിട്ട് വന്നതാണ്. നല്ല കിടിലം ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ഞങ്ങളുടെ ഈ ഡിന്നറും കഴിഞ്ഞ് ഞങ്ങളുടെ ഡേ ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് കുട്ടയിൽ ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ നെക്സ്റ്റ് പാർട്ട് കുട്ടയിലെ കുറേ കാര്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ സൈനിങ് ഓഫ് ഫ്രം ലീവ് ഫോർ ട്രാവലിംഗ്.